നമസ്കാരം. നിരീക്ഷ സ്ത്രീ നാടകവേദിയുടെ ഭാഗമായ അനുഭാവ കുട്ടികളുടെ നാടകവേദിക്ക് വേണ്ടി ഒരു കഥ. 3 മത്സ്യങ്ങൾ. നാട് വാഴുന്ന തമ്പുരാൻ ആ നാട്ടിലെ നാട്ടുകാർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തതായിരുന്നു ആ കുളം. നാട്ടുകാരത് നീന്തി കുളിക്കാനും തുണി അലക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ കാലം കടന്നു പോകെ വീട്ടുകാരൊക്കെ കുളിക്കാനും മറ്റു സൗകര്യങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഉണ്ടാക്കിയെടുത്തപ്പോൾ കുളം ആർക്കും വേണ്ടാതായി. നല്ല വീതിയും വിസ്താരമുള്ള കുളമായിരുന്നു. കണ്ണീര് പോലെ തെളിഞ്ഞ വെള്ളത്തിൽ അതിൻ്റെ കുളത്തിൻ്റെ അടിത്തട്ട് വരെ കാണാം. ഒരുപാട് വലിയ മീനുകൾ ആ കുളത്തിലുണ്ടായിരുന്നു. കാലം കടന്നു പോകെ അതിൻ്റെ എണ്ണം കുറഞ്ഞു വന്നു. പല മീനുകളും ആമകളും ചൂണ്ടലിലും പറ്റാലിലും ഒക്കെ കുടുങ്ങി അവരുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞു. അങ്ങനെ ഈ കുറഞ്ഞതില് ആകെ 3 മീനുകൾ മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. അവര് വലയിലും പറ്റാലിലും ഒന്നും കുടുങ്ങാതെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടതായിരുന്നു. നമ്മുടെ പൂവാലിയും നളനും ദമയന്തി. വഴിയോരത്തായിരുന്നു ആ കുളം. ധാരാളം ആളുകൾ പോകുന്ന ഒരു വഴി കൂടിയായിരുന്നു അത്. അപ്പൊ ഈ ആളൊഴിഞ്ഞ നേരത്ത് ഇവര് പതുക്കെ ഈ വെള്ളത്തിന്റെ ഓരത്തെത്തും. അവിടെ നിന്ന് നോക്കിയിട്ട് ആളില്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ അവരവിടെ ചാടിക്കളിക്കും. ഈ ചാടിക്കളിക്കൽ അവരുടെ ഒരു വിനോദമായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഒരു ദിവസം ചാടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതുവഴി 2 പേര് വന്നു. അതിലൊരുത്തൻ ഇവരുടെ ചാടിക്കളി കണ്ടു. അവൻ പറഞ്ഞുട്ടാ, ഒന്ന് നോക്കടാ, എന്തു വലിയ മീനാണോ, ഒയ്യോ, നമുക്കിതൊരു പണി, നമുക്ക് വലക്കാരെടുത്ത് പറയാം. അങ്ങനെയാണെങ്കിൽ അവരൊന്നും ഇതിനെ പിടിച്ചോട്ടെ, ഇതുപോലെ കുറെ മീനുകൾ അതിലുണ്ടാവും എന്ന് ഒരുത്തൻ പറഞ്ഞു. അവരതും പറഞ്ഞ് അങ്ങോട്ട് പോയി. ആളുകളുടെ അനക്കം കേട്ട മീനുകൾ 3 വാരം മാളത്തിൽ പോയി ഒളിച്ചു. എന്നിട്ട് പൂവാലി കൂട്ടുകാരോട് പറഞ്ഞു, അല്ല, നിങ്ങൾ അവർ പറഞ്ഞത് കേട്ടോ, അവര് ആളെ വിളിക്കാൻ, അതായത് വലക്കാരെ വിളിക്കാനാണ് പോയിട്ടുള്ളത്. ഇത് കേട്ട നളന് ഇതൊന്നൊരു ചുക്കുണ്ടായിരുന്നില്ല. അവൻ പറഞ്ഞു, നമ്മൾ എത്ര വലക്കാരെ കണ്ടതാ, ഇവിടെ വീശലും ചൂണ്ടലും ഒറ്റാല് ഇത് വെക്കലൊക്കെ ഉണ്ടായിരുന്നല്ലേ, എന്നിട്ട് നമുക്കൊരു കുഴപ്പം പറ്റിയിട്ടില്ല. പൂവാലി, ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അതിന്റെ പേരിൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കാൻ എനിക്ക് പറ്റില്ല. പിന്നെ ഈ ആൾക്കാരൊക്കെ വരുന്നത് നിനക്കെന്തത്ര ഉറപ്പ്? അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് പറയണ്ടെന്ന് പറഞ്ഞിട്ട് നളനി ഇതും പറഞ്ഞ് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോയി. ഈ സമയം പൂവാലി ദമയന്തി ഒന്ന് നോക്കി. ദമയന്തി പറഞ്ഞു, നളഞ്ചേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എന്തു പറയാനാ? നളഞ്ചേട്ടനെ വിട്ട് എനിക്കൊരിക്കലും വരാൻ പറ്റില്ല. മാത്രമല്ല, എൻ്റെ അച്ഛനും അമ്മയും മുത്തച്ഛനും മുത്തശ്ശിയും എൻ്റെ കുടുംബക്കാരെല്ലാം ഇവിടെ കിടന്നിട്ടാണ് പോയത്. അവരൊഴിവാക്കി ഞാനെങ്ങനെ വരൂ? അപ്പോൾ ദമയന്തിക്ക് ഒരു കാര്യം കൂടി മനസ്സിൽ വന്നു. ദമയന്തി പറഞ്ഞു, വരുന്നത് വിധി എന്തായാലും വരണ പോലെ വരട്ടെ, ഞാൻ എന്തായാലും ഇവിടെ നിൽക്കാൻ തന്നെ തീരുമാനിച്ചു എന്ന് ദമയന്തി കട്ടായം പറഞ്ഞു. അപ്പൊ പൂവാലിയോട് ദമയന്തി അഭിപ്രായം ചോദിച്ചു. അല്ല, എന്താ നിന്റെ അഭിപ്രായം? പൂവാലി പറഞ്ഞു, എനിക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് തോന്നുന്നത്. ഇപ്പോഴാണെങ്കിൽ നമുക്ക് അനുകൂലമായ ഒരു സമയമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ പെയ്ത മഴയിൽ ചെറുതോടുകൾ നിറഞ്ഞിട്ടുണ്ട്. ആ സമയം നോക്കി അതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ നീന്തി വയൽക്കരയിലെത്താം. അവിടെ എത്തിയ സുഖമായി നമുക്ക് ഒരുപാട് കാലം ഇനിയും ജീവിക്കാം. പൂവാലിയുടെ അഭിപ്രായം കേട്ടപ്പോൾ ദമയന്തിക്ക് തോന്നി പൂവാലി ഏകദേശം പോവാനുള്ള തീരുമാനമായിട്ടുണ്ടെന്ന്. ദമയന്തി ഒന്ന് അയഞ്ഞു. ദമയന്തി പറഞ്ഞു, നളഞ്ചേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എന്തു പറയും? അതൊക്കെ നിന്റെ ഇഷ്ടമെന്ന് പൂവാലി തിരിച്ചു പറഞ്ഞു. പറഞ്ഞതുപോലെ പൂവാലി അന്ന് രാത്രി അവിടെ നിന്ന് ചാടിപ്പോയി. പൂവാലിയുടെ പോക്ക് നളനും ദമയന്തിക്കും കുറച്ച് വിഷമമുണ്ടാക്കി. ദമയന്തിക്ക് കൂടുതൽ വിഷമമുണ്ടാക്കി. ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് പോയിട്ടുള്ളത്. അതിനവരെ വിഷമം വെച്ച് ജീവിച്ചു പോവുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം, അതായത് പൂവാലി പോയ 3-ാം ദിവസം, പുറത്തുനിന്ന് ഒരു ശബ്ദം കേട്ടു. ഈ ശബ്ദം കേട്ട് നളനും ദമയന്തിയും പതുക്കെ പുറത്തേക്ക് ഇറങ്ങിയ സമയം വല വീശി. വലയിൽ നളൻ കുടുങ്ങി.
നളന് പെട്ടെന്നൊരു ബുദ്ധി തോന്നി ചത്ത പോലെ കെടുക്കാൻ. നളൻ ചത്ത പോലെ ശ്വാസം അടക്കി പിടിച്ച് കിടന്നു. പലക്കാര് പല വലിച്ചു കയറ്റി എടുത്തിട്ട് നോക്കി. ഒരുത്തൻ മീനിനെ തിരിച്ചും മറച്ചൊക്കെ ഇട്ട് നോക്കിയിട്ട് പല എറിഞ്ഞവനോട് പറഞ്ഞു, ഇത് ചത്ത മീനാണ്. അപ്പോൾ പല എറിഞ്ഞവൻ പറഞ്ഞു, എങ്കിലൊരു പണി, അതിനെ കളഞ്ഞേക്ക്, ഇത് നമ്മുടെ ആദ്യത്തെ വീശല്ലേ, എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ നളനെ പിടിച്ച് ഒരുത്തൻ ഒറ്റ ഏറ് കൊടുത്തു. അവൻ നേരെ പോയി വീണത് എവിടെ? തോട്ടില്. കിട്ടിയ ജീവനും കൊണ്ട് നളൻ രക്ഷപ്പെട്ടു. ദമയന്തി കുറേ സമയമായി നളനെ കാത്തിരിക്കുകയാണ്. നളൻ്റെ ഒരു അനക്കവുമില്ല. ഒന്നും കാണാതായപ്പോൾ സൈ കെട്ട് ദമയന്തി പുറത്തേക്ക് ഇറങ്ങി. ഈ സമയം അടുത്ത വലയെറിഞ്ഞു. അതിൽ ദമയന്തി കുടുങ്ങി. ദമയന്തി സകലമാന ശക്തിയും എടുത്ത് പെടഞ്ഞു നോക്കി, ഒരു രക്ഷയുമില്ല. പലക്കാര് വല വലിച്ച് കരയിലേക്കിട്ടു. ഒരുവൻ പറഞ്ഞു, ഒന്നു പോയാൽ എന്താ, അതിനേക്കാൾ മുഴുത്ത മറ്റൊന്നിനെ നമുക്ക് കിട്ടിയില്ലേ. ഈ വാക്കുകൾ ദമയന്തിയുടെ ചെവിയിലെത്തി. പൂവാലി തന്നോട് പറഞ്ഞ കാര്യങ്ങൾ ദമയന്തിയുടെ മനസ്സിൽ കണ്ണടയും വരെ അലയടിച്ചു കൊണ്ടിരുന്നു. നന്ദി.